നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. സാജിദ് അജ്മൽ നമ്മോടൊപ്പം ഉണ്ട്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. രമേശ് പിഷാരടിയും NMR റസാഖും ശോഭാ സുരേന്ദ്രനും പോരടിക്കുന്ന ആ മണ്ഡലത്തിൽ UDF മണ്ഡലം നിലനിർത്തുമോ? BJP അവിടെ ഒരു വലിയ ഫൈറ്റ് കൊടുക്കുമോ? LDF അവിടെ വല്ല അത്ഭുതവും കാണിക്കുമോ? അവകാശവാദങ്ങൾ നിരവധിയാണ്. ജനങ്ങളുടെ മനസ്സിൽ എന്താണ്, ആർക്കാണ് മുന്നോട്ട് പോകാൻ പറ്റിയതെന്ന് നമുക്ക് കാണാം. സാജിദ് അറിയാം പറഞ്ഞതുപോലെ പാലക്കാട് കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടമാണ്. സ്വാഭാവികമായും അവിടുത്തെ കൊട്ടിക്കലാശ ദിവസം വലിയ കളറായിരിക്കുമെന്ന് നമുക്കറിയാം. പിഷാരടിയുടെ ബോർഡുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെയാണ് സാജിദ് ഉള്ളത്. എത്രത്തോളം ഉണ്ട് അവിടുത്തെ ആവേശം? ഒരു വീറും വാശിയും തീർച്ചയായുമുണ്ട്. പിഷാരടി സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ട്. എന്താണ്, എത്ര ഭൂരിപക്ഷം കിട്ടും? 20,000 എഴുതി വെച്ചോളൂ. 20,000 വോട്ടിന് ജയിക്കും. എന്തായാലും വലിയ ദേഹത്ത് പച്ച ചായയൊക്കെ തേച്ച് വന്നിരിക്കല്ലേ? ഇത് പച്ച ചികരയാണ് അടിച്ചിരിക്കുന്നത്. ഇതിന് മിനിമം 2 മണിക്കൂറേലും എടുക്കണം ഇതിന് വേണ്ടിയിട്ട്. ഞാൻ പാലക്കാട് മണ്ഡലത്തിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനാണ്. കഴുകിക്കളയാൻ എത്ര സമയം എടുക്കും? കഴുകിക്കളയാന് മിനിമം അടിക്കാൻ 2 മണിക്കൂർ വേണമെങ്കിൽ കഴുകിക്കളയാൻ 3 മണിക്കൂർ വേണം. അതാണ്, നല്ല ആവേശമാണ്. ഈ 2 മണിക്കൂർ എടുത്താണ് ഇത് തേച്ചത്. ഇത് കഴുകിക്കളയാൻ 3 മണിക്കൂർ വേണമെന്നെല്ലാമാണ് പറയുന്നത്. എന്തായാലും രമേശ് പിഷാരടി അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് എത്തും. രമേശ് പിഷാരടിയെ തടഞ്ഞ വടക്കൻതറ മൂത്താന്തറ മേഖലയിലൂടെയാണ് ഈ യാത്ര പോകുന്നത്. പിന്നീട് അത് ഈ നഗരത്തിൽ എത്തി നഗരത്തിൽ നിന്ന് കാൽനടയായാണ് പോവുക. എങ്ങനെയുണ്ട് ആവേശം? ഞങ്ങള് വിഷുവിന്റെ ഒപ്പം വരയ്ക്കുന്ന ആൾക്കാരാ. കലാഭവൻ ബാദുഷ മിമിക്രി കലാകാരന്മാരാണ്. ഞങ്ങൾ അമ്മയിലും മായലൊക്കെയുള്ള ആൾക്കാരാണ്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആ വഴി അകലെന്നാണ് വന്നിട്ടുള്ളത് വിഷുവിനെ ജയിപ്പിക്കാൻ. മിമിക്രി കലാകാരന്മാരും എല്ലാവരും ഒപ്പം ഉണ്ട്. ഞങ്ങൾ കുറെ കലാകാരന്മാരും ഉണ്ട്. എന്തായാലും വിഷു നല്ല വോട്ടിലൂടെ ജയിക്കും. ആവേശത്തിലാണ് ഞങ്ങള്. അപ്പോ അത് വളരെ സന്തോഷം. നല്ല ഭൂരിപക്ഷത്തോടെ എത്ര ഭൂരിപക്ഷം കിട്ടും? 20,000. അതാണ്, കുട്ടികളും മുതിർന്നവരും പിഷാരടിയുടെ കൂടെ ഈ കലാരംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ BJPയുടെയും LDFന്റെയും എല്ലാം തന്നെ റോഡ് ഷോ ഉണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. നേരത്തെ നമ്മൾ NMR റസാഖിന്റെ റോഡ് ഷോ എടുത്തിരുന്നു. ഈ രീതിയിൽ വലിയ വീറും വശ്യമേറിയ ഒരു പോരാട്ടം തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത്. അതിന്റെ പരിസമാപ്തി ഏറ്റവും ആവേശമായ രീതിയിൽ തന്നെ അരങ്ങേറുകയും ചെയ്യുകയാണ്. നൗഫൽ, നിഷാദ്. പാലക്കാട്ടെ കലാസക്കൊട്ടിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സാജിദ് അജ്മൽ നൽകുന്നത്. UDFന്റെ പ്രവർത്തകർ വലിയ ആവേശത്തോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ രമേശ് പിഷാരടിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ കലാസക്കൊട്ട് കളറാക്കാനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പുറത്ത് ശോഭാ സുരേന്ദ്രന്റെ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് വലിയ പ്രചാരണ പരിപാടിയായിരിക്കാം. ഇത് ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവില്ലേ അവിടെ കഴിഞ്ഞാൽ? അതായത് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ എത്തിക്കാൻ സാധിക്കും. ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം ആവശ്യത്തിലാണ്. NMR റസാഖിന്റെ ആവേശം. അദ്ദേഹം നന്നായി നൃത്തം വെക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. ആ നൃത്തം കൂടി നമുക്ക് സ്ക്രീനിൽ എത്തിക്കാൻ. ഗോപാലകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് നൃത്തം വെക്കുന്നതാണ് NMR റസാഖ് ആയിരിക്കും. ഗോപാലകൃഷ്ണൻ ഗംഭീര ഡാൻസറാണ്. ഗോപാലകൃഷ്ണൻ നേരത്തെ കളം പിടിച്ചു. NMR റസാഖ് പുതിയ എൻട്രിയാണ്. പുള്ളി ഗുരുവായൂരിൽ കുറെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം.